വിജയിൻ്റെ ഡ്രൈവറുടെ മകൻ ശബരിനാഥ്, മണ്ഡലത്തിൻ്റെ പേര് ഞാൻ മറന്നു, അങ്ങനെ സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട വീഡിയോ ഏതാണെന്നറിയോ? ഇവരുടെ സമ്മേളനത്തിൽ വിജയ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഇവൻ്റെ ശബരിനാഥിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നു. ഡ്രൈവറുടെ മകൻ്റെ ശബരിനാഥിൻ്റെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഈ ഡ്രൈവർ കരഞ്ഞു, ഭയങ്കര ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ ക്ലോസപ്പ് ദൃശ്യങ്ങളുണ്ട്. വിജയ് വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിക്കുന്നു, കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നു. ഇത് ഈ ഇലക്ഷനിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട റീലാണ് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട്. ഇങ്ങനെ വിരുഗംബക്കത്ത് ഒരു വോട്ടിന്, അവിടുത്തെ ഒരു മന്ത്രി ഒരു വോട്ടിന് തോറ്റിട്ടുണ്ട്. തോൽപ്പിച്ച് TVKയുടെ സ്ഥാനാർത്ഥി അവർ സാധാരണ കർഷകനാണ്. അങ്കണവാടി ടീച്ചർമാരുണ്ട്, ഓട്ടോ ഡ്രൈവർമാരുണ്ട്. ശരിക്കും ആം ആദ്മി എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അവരെ പിടിച്ച് ഇവർക്കൊക്കെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ റെസിഡൻറ്റ് മണ്ഡലത്തിൽ നേരത്തെ ഉണ്ടായിരുന്നുള്ള മാത്രമാണ്. പിന്നെ ബ്ലഡ് ഡോണർ, പ്രധാനപ്പെട്ട ബ്ലഡ് ഡോണറായിട്ട് ഒരു ബ്ലഡ് ഡോണർ ആക്ടിവിസ്റ്റ്, അവനൊരു മന്ത്രിയെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്രതീക്ഷിത ഈ തമിഴ് സിനിമകളിൽ സംഭവിക്കുന്ന മാതിരി. വിജയുടെ ഒട്ടുമിക്ക സിനിമ വിജയ് സിനിമയുടെ പാറ്റേണിലാണ് സ്ഥാനാർത്ഥി നിർണയം. അവരൊക്കെ ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു, ജയൻ കില്ലേഴ്സായിട്ട് മാറുന്നു. ഇത് അവിശ്വസനീയത്തിന് എനിക്ക് ഏറ്റവും അതിൽ അവിശ്വസനീയമായി തോന്നുന്നത് ഈ PTR തോൽവിയാണ്. കാരണം PTR മധുരൈ പോലുള്ള ഒരു ഏർബനൈസ്ഡ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾ ഉള്ള ഒരു മണ്ഡലത്തിൽ ഇദ്ദേഹത്തെ പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ, ദീർഘകാലം മിനിസ്റ്ററായിരുന്ന ഒരു മനുഷ്യൻ ഒരു ഇറച്ചി കച്ചവടക്കാരനോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അപ്പോൾ ഈ അവിശ്വസനീയത മൊത്തത്തിൽ തമിഴ്നാട്ടിൽ ആകെയുണ്ട്. ഈ ഒരു ഷോക്ക് വൈവ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനകത്ത് പോലുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല.